അനീഷിന്റെ ഈ ഗെയിം പ്ലാൻ എത്ര ദിവസം ഓടും? വളരെ പ്രയാസമാണ് നീണ്ടു പോവാനായിട്ട്. ഇത് ഒരുപാട് കാലത്തേക്ക് ഓടാൻ പോകുന്ന ഒരു ഗെയിം പ്ലാൻ അല്ല. ഇപ്പൊ നമുക്ക് അനീഷ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്റർടൈനർ ആണ് അവിടെ ഉള്ളതിൽ. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഓഡിയൻസിന് എന്റർടൈൻ ചെയ്യുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് ആണ്. പലരെയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും തീപ്പൊരി ഇടുന്നതാണെങ്കിലും വഴക്കുകൾ ഉണ്ടാവുന്നതാണെങ്കിലും അനീഷിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. പക്ഷെ ആ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഒരുപാട് പരിമിതികളുള്ള ഗെയിം പ്ലാൻ ആണ്. ഒന്നാമത് അനീഷിന് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഫൈറ്റ് നടക്കുന്ന സമയത്ത് വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കാനും പറ്റുന്നില്ല. പോയിന്റ്സ് പറഞ്ഞ് സംസാരിക്കാനും പറ്റുന്നില്ല. ലൈവില് നമുക്ക് കുറച്ചും കൂടെ ഇവരുടെയൊക്കെ പരിമിതികൾ മനസ്സിലാവും. ലൈവ് കാണുന്ന ഓഡിയൻസിന് കണക്റ്റ് ആവും. അല്ലാത്തവർക്ക് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എപ്പിസോഡിൽ ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് ഈ അനീഷ് നമ്മൾ ഇപ്പോൾ ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അനീഷിന് ഉത്തരം മുട്ടും. അപ്പൊ അനീഷ് ഒന്ന് സ്പീഡ് കൂട്ടി 2 റൗണ്ട് നടക്കും. അടുത്ത് എന്ത് പറയണമെന്ന് ആലോചിച്ച് വെക്കും. അപ്പൊ പിന്നെ ആരെങ്കിലും വരുമ്പോഴാണ് അനീഷ് അടുത്ത് സംസാരിക്കുന്നത്. അതായത് നിന്ന് സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ബിഗ് ബോസ് വീട്ടിലുള്ള ഏറ്റവും താഴത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പോലും പറ്റില്ല അനീഷിന് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. അത് അനീഷിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൗനം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിന് ഭയങ്കരമായിട്ടുള്ള ഓഡിയൻസ് സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചാൽ കിട്ടില്ല. അത് ഉറപ്പാണ്. കാരണം ഫൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഒരു അടി നടക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മുങ്ങിപ്പോയില്ല. ഒരു ഒരു 5 തവണ ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് 5 ടൈംസ് ഫൈറ്റ് നടക്കുമ്പോൾ അതിലൊരു ഒരു തവണയോ 2 തവണയോ ഒക്കെ അങ്ങനെ അങ്ങ് പോയാൽ ഓക്കെയാണ്. ഇത് എപ്പോൾ ഫൈറ്റ് നടന്നാലും ആരെങ്കിലും ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആക്കാതെ നൈസായിട്ട് എണീറ്റ് അങ്ങ് പോകും. അത് ഇപ്പോൾ തന്നെ കാണുമ്പോൾ കുറേ തവണ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ആ സെയിം സാധനം കാണുമ്പോൾ അരോചകമായിട്ട് തോന്നും. മറിച്ച് അതിനെ കൗണ്ടർ ചെയ്യുന്ന തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നതിനെ കൗണ്ടർ ചെയ്തിട്ട് അയാളെ പറഞ്ഞ് തോൽപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഒരു ആവേശം തോന്നും. ഇപ്പോൾ അനീഷിനോട് തോന്നുന്നത് നമുക്ക് അവിടെ ഉള്ളതിൽ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ്. എനിക്കും അനീഷിനെ ഇഷ്ടമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഒരു ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും മടുക്കും. അദ്ദേഹത്തിന്റെ കയ്യിലും പിന്നെ കണ്ടന്റ് ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ കോണ്ടന്റുകളിൽ ഇടിച്ചു കയറിയിട്ട് ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുമ്പോൾ ഒരു ശല്യക്കാരനായിട്ട് മാറും. കഴിഞ്ഞ സീസണിലെ രതീഷ് ഓവറായിട്ട് മറ്റുള്ളവരുടെ സ്പേസിലേക്ക് കയറിപ്പോയപ്പോഴാണ് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അത് കാരണം രതീഷിന് കിട്ടേണ്ട ഒരു ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടിയതുമില്ല. അപ്പൊ അത് തന്നെയാണ് സത്യത്തിൽ അനീഷിന്റെ ഗെയിമിന്റെയും പ്രശ്നം. അനീഷ് എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചൊറിഞ്ഞിളക്കി ഓക്കെ അടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഓഡിയൻസിന് അടിയല്ല കാണേണ്ടത്. അനീഷ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കൂടി കാണണം. എന്നാൽ മാത്രമല്ലേ അനീഷിന് ഗുണമുള്ളൂ. ഇപ്പൊ അനീഷ് രണ്ടുപേരെ ചൊറിഞ്ഞ് അവരെ തമ്മിൽ അടുപ്പിച്ചതുകൊണ്ട് അനീഷിന് കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അനീഷിന് ക്രിയേറ്റീവായിട്ട് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ബിഗ് ബോസിനകത്ത്? തമ്മിലടുപ്പിക്കൽ ഒരു ക്രിയേറ്റീവ് ക്വാളിറ്റി ഒന്നുമല്ല. അനീഷിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ മറ്റുള്ള സന്ദർഭങ്ങളിൽ, ടാസ്കുകളിൽ? എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്ക്. അതിൽ പോലും അനീഷ് വന്നിട്ട് ഈ പള്ളിയിലച്ചന്മാര് പ്രസംഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ സന്യാസിമാര് അവരുടെ അടുത്ത് വരുന്ന ഒരാളെ ഉപദേശിക്കുന്ന പോലെയൊക്കെയാണ് അനീഷ് സംസാരിക്കുന്നത്. അതായത് മക്കളെ, നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നീ അങ്ങനെ ചെയ്താൽ നീ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് മാറും. നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നീ അങ്ങനെ 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 ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ഉപദേശിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ബോറിംഗ് ആണ്. അവിടെ ഇരിക്കുന്നവർക്കും ബോറടിക്കും, കേൾക്കുന്ന ഓഡിയൻസിനും ബോറടിക്കും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും അടിപൊളിയായിട്ട് വന്നിട്ട് പറയാനുള്ളത് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് പോയി. അതിൽ പലരും പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. അനീഷിന് പറയാൻ ഒരു ഷഡ്ഡിക്കഥ അല്ലാതെ വേറൊന്നുമില്ല. ആരും എടുക്കാത്ത ഐറ്റങ്ങളാണ് മൂപ്പർ എടുക്കുന്നത്. അതും പണ്ട് പലരും എടുത്ത് കളഞ്ഞ സാധനങ്ങളുമാണ്. അപ്പൊ ഇതൊക്കെ പുള്ളി എടുത്തുകൊണ്ട് വെച്ചിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അതിനൊരു പെട്ടെന്ന് തന്നെ അതിനൊരു എൻഡ് ഉണ്ടാവും. ഒന്നുകിൽ അദ്ദേഹം സ്ട്രാറ്റജി മാറ്റണം. അനീഷിനെ കണ്ടിട്ട് അങ്ങനെ സ്ട്രാറ്റജി മാറ്റി ഗെയിം കളിക്കാൻ പറ്റുന്ന രജിത് കുമാർ ലെവൽ, അല്ലെങ്കിൽ റോബിൻ ലെവൽ, അല്ലെങ്കിൽ സാബു ലെവൽ, അല്ലെങ്കിൽ അഖിൽ മാരാർ ലെവൽ ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കൊക്കെ എന്ന് പറയുമ്പം അവർക്ക് പല പല അവരുടെ വേർഷൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ അവർ സ്ട്രാറ്റജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ കളിച്ചിട്ടാണ് ഓഡിയൻസിന്റെ ഒരു വലിയ സപ്പോർട്ട് നേടിയത്. ആ നിലയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് അനീഷിനെ കാണാൻ കഴിയുന്നില്ല. അനീഷ് സ്വയം പക്ഷെ അങ്ങനെയാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ കോമഡി. കാരണം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും അദ്ദേഹത്തെ ചുറ്റി കറങ്ങുകയാണ്. അപ്പൊ അത് സാധാരണ ബിഗ് ബോസിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിന്റെ പുറകിലായിരിക്കും എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അനീഷിനേക്കാൾ ഇന്റലിജന്റ് പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ഈ പ്ലെയറിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക?
അവർ ഓരോ സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നോമിനേഷൻ ടൈമിൽ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, ഒരു ടാസ്കിൽ എങ്ങനെയാണ് അവർ കളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു ഡിബേറ്റ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അവർ കൗണ്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമൽ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് കൗണ്ടർ അടിക്കുന്നത്, എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്, സംസാരിച്ച് എങ്ങനെയാണ് നിൽക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് മസിൽ പവറോ അല്ലെങ്കിൽ ഇതുപോലെ തമ്മിൽ തല്ലോ മാത്രമല്ല. അവിടെ നമ്മുടെ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ്, കൗണ്ടർ ചെയ്ത് നിൽക്കാനുള്ള കഴിവൊക്കെ വളരെ പ്രധാനമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു കാര്യം പറയുമ്പോൾ അയാളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാനും അവനല്ല ഞാനാണ് ശരിയെന്ന് നമുക്ക് അവിടെ ബോധ്യപ്പെടുത്താനും കഴിയണം. അത്തരം സന്ദർഭങ്ങളിൽ അനീഷ് വളരെ പരിമിതികളുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് നോക്കാം ഈ ഒരു ലെവലിൽ നിന്ന് അനീഷ് ഇനി മാറുമോ? യഥാർത്ഥ അനീഷ് ചിലപ്പോൾ ഇതല്ലെങ്കിലോ, വേറൊരു അനീഷ് ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഗെയിം മാറും. എന്തായാലും കാത്തിരിക്കാം. ഈ അനീഷാണ് യഥാർത്ഥത്തിൽ അനീഷെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളാണ് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.